സമാനതകളില്ലാത്ത ദുരന്തത്തിലൂടെ കടന്നുപോകുന്ന വയനാട്ടിൽ ആശ്വാസം പകരാനായി നടൻ മോഹൻലാൽ എത്തി. സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ അദ്ദേഹം ജോലിയുടെ ഭാഗമായി കൂടിയായാണ് ദുരന്ത മേഖലകൾ സന്ദർശിക്കുന്നത്. ശനിയാഴ്ച രാവിലെ കോഴിക്കോട്ട് നിന്ന് റോഡ് മാർഗം വയനാട്ടിലെത്തിയ മോഹൻലാൽ ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലാണ് എത്തിയത്. സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഉരുളുപൊട്ടിയ മുണ്ടക്കൈ, പുഞ്ചരിമട്ടം മേഖലകളിലേക്ക് തിരിച്ചു. മുണ്ടക്കൈയിൽ അല്പസമയം വാഹനം നിർത്തി ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകൾ അദ്ദേഹം കാൽനടയായി സന്ദർശിച്ചു. സംവിധായകൻ മേജർ രവിയും മോഹൻലാലിനൊപ്പമുണ്ടായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം അദ്ദേഹം മുണ്ടക്കൈയിൽ ചെലവഴിച്ചു. മുണ്ടക്കൈയിൽ നിന്ന് പുഞ്ചരിമട്ടത്തേക്കാണ് മോഹൻലാൽ പോയത്. മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള 122 ഇൻഫൻട്രി ബറ്റാലിയനാണ് വയനാട് രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ളത്. തന്റെ സംഘത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള കുറിപ്പും കഴിഞ്ഞ ദിവസം അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ചിരുന്നു. വയനാടിന്റെ സ്ഥിതിഗതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയ മോഹൻലാൽ വയനാടിനായി 3 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നടന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനാണ് 3 കോടിയുടെ പദ്ധതികൾ വയനാട്ടിൽ നടപ്പിലാക്കുക. മുണ്ടക്കൈ LP സ്കൂളും ഫൗണ്ടേഷൻ പുനർനിർമ്മിക്കും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേപ്പാടി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപയാണ് ലാൽ സംഭാവന നൽകിയിരുന്നത്. ഇതിനു പുറമെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ സഹായം പ്രഖ്യാപിച്ചതും. 2018 പ്രളയകാലത്തും മോഹൻലാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുക സംഭാവന ചെയ്തിരുന്നു. നമ്മൾ മുൻപും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും നമ്മുടെ ഒരുമയുടെ കരുത്ത് കാട്ടണമെന്നുമുള്ള താരത്തിന്റെ വൈകാരികമായ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും മോഹൻലാൽ കുറിപ്പിൽ വ്യക്തമാക്കി.